വർഷക്കാലം കേരളത്തെ നയിച്ച പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചടങ്ങിന് നിയമസഭയിൽ നേർക്കുനേർ പോരാടിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് കോൺഗ്രസ് മന്ത്രിസഭ UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നു. ബഹിഷ്കരണ രാഷ്ട്രീയത്തിന് വിരാമമിടുകയും പങ്കാളിത്ത രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുക എന്നതിൽ കൂടി ഒരു പുതുചരിത്രമാകുമെന്ന് തോന്നുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞ. ഒപ്പം വി.ഡി. സതീശൻ സൂചിപ്പിച്ചതുപോലെ ദശകങ്ങൾക്ക് ശേഷം ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് വലിയ തിരക്കാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ണിമായയ്ക്ക് പോലും ഒരു സീറ്റ് ക്രമീകരിച്ചു കൊടുക്കാൻ സംഘാടകർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. MLA-മാർ ഉൾപ്പെടെ ഇപ്പോഴും പലരും പുറത്താണ് നിൽക്കുന്നത്. പ്രതീക്ഷിച്ചതാണ്. ആദ്യം ഉയർത്തിയ പന്തലിനൊപ്പം 2 ചെറിയ പന്തലുകൾ കൂടി കെട്ടിയിരുന്നു. പക്ഷെ അതും പോരാതെ വരുന്ന സാഹചര്യമാണ്. തലസ്ഥാന ജില്ലയിൽ നിന്നോ തെക്കൻ കേരളത്തിൽ നിന്നോ മാത്രമല്ല, വടക്കൻ കേരളത്തിൽ നിന്ന്, ഈ വിജയത്തെ ഇത്ര മിന്നുന്ന വിജയമാക്കി മാറ്റിയ വടക്കൻ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ, ലീഗിന്റെ, മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ പ്രവർത്തകർ ഇന്നലെയും മിനിയാന്നുമൊക്കെയായി തന്നെ തലസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അക്ഷരാർത്ഥത്തിൽ അവരുടെ നിയന്ത്രണത്തിലാണ്, അവർ കീഴടക്കിയിരിക്കുകയാണ് തലസ്ഥാനത്തെ ചെറിയ ചെറിയ ഊടുവഴികൾ പോലും.